അങ്ങനെ ബിനോയ് വിശ്വത്തെ കണ്ട് ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ തീരുമാനങ്ങൾ പൂർണ്ണമായും ആയിട്ടില്ല, എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് പറയാൻ സമയമായിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇനിയും തടസ്സങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്റ്റെഫിനിലേക്ക് ഒരിക്കൽ കൂടി. സ്റ്റെഫിൻ, ഇപ്പോൾ രണ്ടുപേരുടെയും സംഭാഷണം കേൾക്കുമ്പോൾ എന്താണ്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എപ്പോഴും എന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം രണ്ട് പാർട്ടികളും അവരുടെ നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. അതാദ്യം തുടക്കമിട്ടത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വമാണ്. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ തന്നെ അത് പരസ്യമായ നിലപാട് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നൊരു ആവശ്യം അറിയിച്ചു. പിന്നീട് അതിനെ പരസ്യമായി തന്നെ തള്ളുന്ന ഒരു നിലപാടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമെല്ലാം തന്നെ സ്വീകരിച്ചത്. അവർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഒരു പ്രശ്നം ഈ രണ്ട് നേതാക്കന്മാരും അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായ ചർച്ച മാത്രമാണ് ഇതിനൊരു പോംവഴിയായിട്ടുള്ളത്. ആ ഒരു സമവായ ചർച്ചയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ ഇന്ന് നടന്ന ചർച്ചയിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആദ്യമായി നടക്കുന്ന ചർച്ചയല്ല. പലതവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണ്. രേഖാമൂലം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ബിനോയ് വിശ്വം ഈ കാര്യങ്ങൾ അറിയിച്ചതാണ്. CPI നേതാക്കൾ AKG സെന്ററിലെത്തി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതാണ്. അവിടെ ഒന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ഏതായാലും പിണറായി വിജയന്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ ആ ഒരു പ്രതികരണം, ഇത് LDFിൽ കൊണ്ടുവരേണ്ട കാര്യമല്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇനി ഏതായാലും ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് CPI അങ്ങ് അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരുന്നു. അതൊന്നുകൂടി കടത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ ബിനോയ് വിശ്വം അതിനെ ഒന്ന് പരിധി വിട്ട് ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ LDFിന് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് തൽക്കാലം അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പക്ഷേ അതിനെ തടയിട്ടുകൊണ്ട് ടി.പി. രാമകൃഷ്ണൻ അതിനെ തടഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് മൈക്ക് അങ്ങനെ തടഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ബിനോയ് വിശ്വത്തിന് ചില കാര്യങ്ങൾ ഇപ്പോഴും തുറന്നു പറയാൻ ഉണ്ട്. ബിനോയ് വിശ്വം ആദ്യം തുറന്നു പറഞ്ഞ ഈ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഏതായാലും LDFിനകത്ത് വലിയൊരു പ്രതിസന്ധിയായി ഇങ്ങനെ തുടരുന്നത്. ഇനി ഏതായാലും അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയില്ല. ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം, ഒരുപാട് പ്രശ്നങ്ങൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം LDFിന് മുന്നിൽ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റം, അതടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇങ്ങനെ LDF രണ്ട് തട്ടിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ തുടരുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സമര മുഖങ്ങളിൽ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് മാത്രമാണ് ഇരു പാർട്ടികൾക്കും മുന്നിലുള്ള ഒരു വഴി. അത് മാത്രമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്നത്തെ ചർച്ചയും ആ തരത്തിലാണ് കാണേണ്ടത്. ഇനി ഏതായാലും കൂടുതൽ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളതും കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവസാനം ടി.പി. രാമകൃഷ്ണൻ പോയ ശേഷവും ബിനോയ് വിശ്വത്തോട് ഈ കാര്യം ചോദിക്കുമ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകാത്തത്. ഇനി ഒരു പക്ഷേ LDFിനകത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വരികയോ അല്ലെങ്കിൽ CPMന്റെയും CPIയുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഒന്നിച്ചിരുന്ന് ഈ വിഷയത്തിലൊക്കെ ഒരു സമവായ ചർച്ച നടത്തിയാൽ മാത്രമേ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ.